ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയത്തിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് ദിവ്യ ഉണ്ണി എന്ന് പറയാം. രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ പോലും നടി ദിവ്യ ഉണ്ണി അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും ദിവ്യ ഉണ്ണിയുടെ വാക്കുകൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് എന്ന് പറയുകയാണ്. ഇടയ്ക്ക് വെച്ച് ദിവ്യ ഉണ്ണി തന്റെ അച്ഛൻ മരിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും നൃത്തവേദിയിലെത്തിയ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ ഈ വിവാദ സമയത്ത് വീണ്ടും വൈറലായിരിക്കുന്നത്. ആരാധകർക്ക് തന്നെ വലിയ താല്പര്യമുള്ളൊരു നടിയായതുകൊണ്ട് ദിവ്യ ഉണ്ണി അച്ഛൻ മരിച്ച സമയത്ത് പോലും നൃത്തവേദിയിലെത്തിയത് അന്ന് വാർത്തകളിലൊന്നും ഇടം പിടിച്ചിട്ടില്ലായിരുന്നു. ഗോസിപ്പ് കോളങ്ങളിലോ നെഗറ്റീവ് വാർത്തകളിലോ ഒന്നും തന്നെ എത്താത്ത നടിയായതുകൊണ്ട് തന്നെയാണ് ദിവ്യ ഉണ്ണിയുടെ വാർത്തകൾ അധികം ശ്രദ്ധിക്കാതെ പോയത്. ദിവ്യ ഉണ്ണിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ദിവ്യ ഉണ്ണിക്കും ഒരു മറുപടിയേ ഉള്ളൂ, അത് അച്ഛന്റെ പേര് തന്നെയാണ്. കരിയറിലും ജീവിതത്തിലും ദിവ്യയുടെ നിർണായക തീരുമാനങ്ങളിലാണ് പിതാവിന്റെ പങ്കുള്ളത്. ഹൃദയാഘാതം വന്ന് 2021 ഇദ്ദേഹം മരിക്കുന്നത്. അച്ഛന്റെ മരണമുണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ദിവ്യ ഉണ്ണി ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. അച്ഛൻ മരിക്കുന്നതിന് 1 വർഷം മുൻപ് 7 മാസത്തോളം ഞങ്ങൾക്കൊപ്പം US-ലുണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛന് വയ്യാതെയായി. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം അമ്മ ഫോൺ ചെയ്തു. ശബ്ദമിടറുന്നുണ്ടായിരുന്നു. 30 മിനിറ്റിനുള്ളിൽ മരണം സംഭവിച്ചതെന്ന് ദിവ്യ പറയുന്നു. 1 ഗ്ലാസ് വെള്ളമെടുക്കാൻ പോലും ആരെയും ആശ്രയിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അമ്മയെ എടി നീ എന്നൊന്നും വിളിക്കില്ലായിരുന്നു അച്ഛൻ അങ്ങനെ വിളിക്കുന്നതും അച്ഛൻ അങ്ങനെ നോക്കുന്നതും കണ്ടാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കും ഭർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനെ പോലെ ആയിരിക്കുമെന്നും പറയുന്നത്. 1 വർഷത്തോളം എൻ്റെ തലയിൽ അച്ഛനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാമെന്നുള്ള കാര്യമായിരുന്നു. എൻ്റെ ചിന്ത അങ്ങനെ വരുമായിരുന്നു. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തുവെന്ന് തോന്നും. അരുണിനും അങ്ങനെ തന്നെയായിരുന്നു. തലയ്ക്ക് അടി കിട്ടിയതുപോലെ, നടുക്കലിൽ പെട്ടുപോയതുപോലെ. അച്ഛൻ്റെ വിയോഗത്തിനു ശേഷമുള്ള സമയമാണതെന്ന് ദിവ്യ ഓർത്ത് പറയുന്നു. അച്ഛൻ്റെ മരണം കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യേണ്ടി വന്നു. ആദ്യം വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കലയാണ്, അതുപോലെ തന്നെ അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതെന്തിനു മാറ്റിവെക്കണമെന്ന് എനിക്ക് തോന്നി. ഒരുപാട് വിമർശനങ്ങൾ വരാം, ഒരുപാട് പേർ കുറ്റപ്പെടുത്താം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തതൊരു ശരിയായ കാര്യമായി തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ദിവ്യ അതിനെക്കുറിച്ച് പറയുന്നത്? തൻ്റെ അവസ്ഥ അതായിരുന്നുവെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ മരണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡാൻസ് പ്രോഗ്രാം ചെയ്തതിനെക്കുറിച്ചാണ് ദിവ്യ സംസാരിച്ചത്. നവംബറിലായിരുന്നു അച്ഛൻ മരിച്ചത്. ജനുവരി മാസമായപ്പോഴേക്കും ഡാൻസ് കോൾ വന്നു. അച്ഛനാണ് മുൻപ് എല്ലാം നോക്കിയിരുന്നത്. അച്ഛൻ പറയുന്നത് പോലെയായിരുന്നു ഞാൻ പ്രോഗ്രാമിനോട് പോയിരുന്നത്. ഒരു പ്രോഗ്രാമിനോട് നോ പറയല്ലേ മോളെ, അവർ നമ്മുടെ കഴിവ് കണ്ട് വിളിക്കുന്നതല്ലേ, നീ പൊയ്ക്കോ എന്ന് അമ്മയും പറഞ്ഞു. അച്ഛൻ്റെ ഇഷ്ടം ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എന്നെ അറിയുന്നവരും അച്ഛനെ അറിയുന്നവരുമൊക്കെ പൊക്കോളാൻ പറഞ്ഞത്. മറ്റുള്ളവരെന്തു പറയുന്നുവെന്ന് നിങ്ങളാരും നോക്കണ്ട എന്ന് അച്ഛൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് അപ്പോൾ എനിക്കും ഓർമ്മ വന്നത്. എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ, സന്തോഷമാകണമെങ്കിൽ ഞാനത് ചെയ്യണം. അതുമാത്രം ഞാൻ അറിഞ്ഞാൽ പോരെ, മറ്റുള്ളവരുടെ സന്തോഷത്തെക്കുറിച്ച് ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് ദിവ്യ ഉണ്ണി അന്നെടുത്ത തീരുമാനത്തെക്കുറിച്ച് ഇന്നും പറയുന്നത്. ഒരുപാട് പേർക്ക് ഇത് വിമർശനമായി തോന്നാം, ഒരുപാട് പേർ കുറ്റപ്പെടുത്താം. പക്ഷേ എനിക്കിതിലൊന്നും പറയാനില്ല. കാരണം എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭർത്താവിനും എന്നെ സ്നേഹിക്കുന്ന അച്ഛനെ അറിയുന്ന എല്ലാവർക്കും ഞാൻ ചെയ്തതാണ് ശരി എന്നറിയാം. ആരും അത് കുറ്റപ്പെടുത്തിയിട്ടില്ല, അതാരും മോശമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബോധമുണ്ട് എന്നും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നേയില്ല എന്നും ദിവ്യ ഉണ്ണി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.